എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റുകളുടെ ഭാഗമായിട്ടുള്ള നെക്സ്റ്റ് അലോട്ട്മെൻറ്റിലേക്കുള്ള അതായത് 16ാമത്തെ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് നവംബർ 13-ാം തീയതി മുതൽ 14-ാം തീയതി വൈകുന്നേരം 5 മണി വരെ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതായത് ഇന്നും നാളെയുമായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഗവൺമെൻറ് കോളേജിലേക്കുള്ള ഏതൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും കോളേജിൽ നിന്നും അഡ്മിഷൻ കോളേജിൽ നിന്ന് നേടുന്ന അതായത് ലഭിക്കുന്ന NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിലവിൽ ഏതെങ്കിലും കോളേജിൽ ഗവൺമെൻറ് കോളേജിലേക്കുള്ള ഏതൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ചില കോളേജുകൾ LBS വഴി തന്നെ NOC ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വരുന്ന അതായത് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് വീണ്ടും NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. അതുപോലെ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വെബ്സൈറ്റിലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് 15ാമത്തെ അലോട്ട്മെൻറ്റും സ്പെഷ്യൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീ പേയ്മെൻറ്റും അഡ്മിഷൻ നേടേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ഫെഡറൽ ബാങ്കിൻ്റെ ശാഖ വഴി നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഇന്ന് വൈകുന്നേരത്തിനും നിങ്ങൾക്ക് അടക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നിങ്ങൾ അഡ്മിഷൻ നേടാതെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാവില്ല. കാരണം നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ അതായത് ഇവിടെ നൽകിയിട്ടുണ്ട് കാൻഡിഡേറ്റ് ഹൂ ഗെറ്റ് അലോട്ട്മെൻറ്റ് മസ്റ്റ് ജോയിൻ ദ അലോട്ടഡ് കോളേജ് അതർവൈസ് ദേ വിൽ നോട്ട് ബി കൺസിഡർഡ് ഫോർ ഫർദർ അലോട്ട്മെൻറ്റ്സ് എന്ന് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുകയും ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടുന്നുണ്ട് എങ്കിൽ മാത്രമേ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ നേടാതെ ഫീ പേയ്മെൻറ്റ് മാത്രം ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നാണ് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു അലോട്ട്മെൻറ്റ് പരിഗണിക്കില്ല, കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾക്ക് അതായത് സാധാരണ വിദ്യാർത്ഥികൾ ആ ഒരു രീതിയിൽ അഡ്മിഷൻ എടുക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അഡ്മിഷൻ സമയത്ത് സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ ഏകദേശം 81,000-ഓളം രൂപ അഡ്മിഷൻ സമയത്ത് തന്നെ അടക്കണമെന്ന് കോളേജ് പറയാറുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു അഡ്മിഷൻ എടുക്കാനൊക്കെ ഒരു തടസ്സമായിട്ട് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി വരുന്ന അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഇന്ന് മുതലാണ് സാധിക്കുക. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത് രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ അലോട്ട്മെൻറ്റ് നമ്പർ 16 ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഈ ഒരു അലോട്ട്മെൻറ്റ് 15-ാം തീയതി തന്നെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് 15-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. 13, 14 തീയതികളിലായിട്ടാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉള്ളത്. അതായത് ഇന്നും നാളെയുമായിട്ടാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊക്കെ കോളേജുകളാണുള്ളത് ആ ഒരു കോളേജിലൊക്കെ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകൾ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ വിവിധ കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകളായിരിക്കും നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ MLT ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ MLT ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് നെക്സ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ സേവ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതായത് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം അവിടെ എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ളത്. ട്യൂഷൻ ഫീസ് 80,850 രൂപ. അതുപോലെ സ്പെഷ്യൽ ഫീസ് 14,500 രൂപ. അതായത് ടോട്ടൽ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 95,000 സംതിങ് രൂപയോളം ഫീസ് വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്.
അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പുള്ള ഏതൊരു കോളേജും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താം. ഈ ഒരു ലിസ്റ്റിൽ ഓപ്ഷൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻ വേണം എന്നുള്ളത് 1, 2, 3 ഈ രീതിയിൽ ആ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് സേവ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ള ആ ഒരു ബട്ടൺ നിങ്ങൾ ഓരോ പ്രാവശ്യവും ക്ലിക്ക് ചെയ്ത് ആ ഒരു രീതിയിൽ നൽകേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓപ്ഷൻ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിമൂവ് ചെയ്യണമെങ്കിൽ അവിടെ റിമൂവ് എന്നുള്ള ഓപ്ഷൻ ആ ഒരു ഓപ്ഷൻ്റെ നേരെ ഉണ്ടാകും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതായത് റിമൂവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻ ഒഴിവാക്കുകയും സേവ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കോളേജ് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് ആ ഒരു കോളേജ് വേണ്ട, അത് ഞാൻ റിമൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ നേരെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ റിമൂവ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ആ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള ആ ഒരു റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയുള്ള ആ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ അവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ടാവും. അതിനുശേഷം ഇവിടെയുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ആ ഒരു ഓപ്ഷൻ ഒഴിവാക്കുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻസ് ആണ് നിങ്ങൾ നൽകിയിട്ടുള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ആയിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ഏകദേശം അതായത് 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഫീസ് വരും. അതായത് ഒരു ഉദാഹരണത്തിന് MLT ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത സെൽഫ് ഫിനാൻസ് കോളേജും ഒരു കോളേജ് കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഫീസിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിനെ സേവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 20,860 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ടോട്ടൽ സ്പെഷ്യൽ ഫീസ് ഉൾപ്പെടെ 95,000 സംതിങ് രൂപയാണ് ഫീസ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടാൻ പറ്റും എന്ന് തോന്നുന്ന ഏതൊരു കോളേജും നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻ നൽകാവുന്നതാണ്. അപ്പോൾ 15-ാം തീയതിയാണ് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ 16, 17 തീയതികളായിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.